നമ്മളുടെ കിഡ്നിക്കും അതുപോലെ തന്നെ ഹിപ്പ് മസിൽസിനും സഹായകരമായിട്ടുള്ള ഒരു ആസനമാണ്. കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളിലൊന്നാണ് ശലഭാസന. അത് സ്ത്രീകൾക്ക് വളരെ ഗുണകരമാണ്. എല്ലാ സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നമാണ് തുടകളുടെയും ബട്ടക്സിൻ്റെയും അമിതമായ മാംസം, ഫാറ്റ്. അത് കുറയാൻ ഏറ്റവും സഹായകരമായ ഒരു യോഗാസനമാണ് ശലഭാസനം. നമ്മൾ കമന്ന് കിടന്ന് ചെയ്യുന്ന ആസനമാണ്. പിന്നെ അത് ചെയ്യാൻ പറ്റാത്തവർ എന്ന് പറയുന്നത് കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർ, അതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവർ, അവരിത് ചെയ്യരുത്. ചെറിയ നടുവേദന ഉള്ളവരും ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള നടുവേദനക്കാർക്ക് വളരെ ഉപകാരമാണ്. അത് മാറിക്കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റ് കുറഞ്ഞു കിട്ടും. കമന്ന് കിടന്ന് ചെയ്യുന്ന വളരെ ലളിതമായൊരു യോഗാസനമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കമന്ന് കിടന്നതിന് ശേഷം കൈകൾ രണ്ടും കമഴ്ത്തി, അതായത് നമ്മുടെ തുടയോട് ചേർത്ത് കമഴ്ത്തി വയ്ക്കണം. കാലുകൾ ശ്വാസമെടുത്തുകൊണ്ട് കാലുകൾ പരമാവധി ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. 1 മിനിറ്റ് നമ്മളത് ഹോൾഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് പറ്റുന്നത്ര സമയം കംഫർട്ടബിളായിട്ട് ചെയ്യണ സമയത്ത് മുട്ടൊന്ന് നന്നായിട്ട് നീസ് വളയാതെ പ്രത്യേക ശ്രദ്ധിക്കണം. മുട്ട് വളയാനേ പാടില്ല, നേരെയായിരിക്കണം. ഒന്ന് ഇതിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒന്ന് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ബട്ടക്സും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി അത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കമന്ന് കിടന്നു, കൈ ഇതുപോലെ തന്നെ മലർത്തി തുടയുടെ അടിയിലേക്ക് മലർത്തി വയ്ക്കുക. ഈ കൈ മലർത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ പൊക്കി, ഒട്ടും വളയാതെ, മുട്ട് വളയാതെ കാലുകൾ ഉയർത്തി ചെയ്യുക. 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. താഴെ മുട്ടിച്ച് വയ്ക്കുകയോ ഇല്ലെങ്കിൽ കാലുകളുടെ ഒപ്പം ഉയർത്തി പിടിക്കുകയോ ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ചെയ്യുക. 1 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പൊസിഷനിലേക്ക് വരാം, റിലാക്സേഷനിലേക്ക് വരാം. അതിനുശേഷം റിലാക്സേഷൻ പൊസിഷൻ ഇതാണ്, മകരാസനം. ഇതൊന്ന് ചെയ്ത് നോക്കൂ. നമ്മളുടെ തുടയിലെയും ബട്ടക്സിലെയും ഫാറ്റ് കുറയുന്നതാണ്. പരീക്ഷിച്ച് നോക്കിയിട്ട് പറയുക.